അങ്ങനെ അസ്ത്രപ്രദർശനം ഏതാണ്ട് നാരദ മഹർഷി ഇടപെട്ട അർജുനൻ്റെ അസ്ത്രപ്രദർശനം അവസാനിപ്പിച്ചതിന് ശേഷം പാണ്ഡവന്മാരൊക്കെ കൂടി ആലോചന നടത്തി. അതായത് നമ്മുടെ ഇപ്പോൾ വനവാസം അവസാനിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ്. നമുക്ക് അജ്ഞാതവാസം നയിക്കണം ഒരു കൊല്ലം. എന്നിട്ട് വേണം കൗരവന്മാരോട് യുദ്ധം തന്നെ ഉണ്ടാവുള്ളൂ, സന്ധിക്ക് സാധ്യതയില്ല, ആ രാജ്യം തിരിച്ചു പിടിക്കാൻ. അപ്പം തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് അവർ കുബേരൻ്റെ രാജധാനിയുടെ അടുത്താണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് കുബേരൻ്റെ നഗരത്തെ പ്രദക്ഷിണം വെച്ച് അവർ പതുക്കെ അവിടുന്ന് പോന്നു. അവർ ദ്വൈതവനം, കാമ്യകവനത്തിലേക്ക് പൊക്കളാൻ പറഞ്ഞത് ദ്വൈതവനം ലക്ഷ്യമാക്കിയാണ് അവർ പോരുന്നത്. അപ്പോൾ റൂട്ട് ക്ലിയർ ആവണല്ലോ. മുമ്പ് പോയ റൂട്ടിൽ കൊണ്ട് അത് തന്നെ തിരിച്ചു വരണം. അതായത് ആദ്യം അവരെ കുബേരൻ്റെ രാജധാനിയിൽ നിന്ന് പോന്നു, ആർഷ്ടിഷേണൻ്റെ ആശ്രമത്തിലെത്തി. അവിടെ നിന്ന് വീണ്ടും വൃഷപർവാവിൻ്റെ ആശ്രമം, അവിടെ നിന്ന് ബദരി ആശ്രമം, അങ്ങനെ അവർ ദ്വൈതവനത്തിൽ അവിടെ നിന്ന് എത്തിച്ചേർന്ന് ദ്വൈതവനത്തിൽ പാണ്ഡവന്മാരെ വനവാസത്തിൻ്റെ അവസാന കാലം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുക. അവിടെ ഇങ്ങനെ താമസിക്കുക സുഖമായിട്ട്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഈ ഭീമസേനൻ വനത്തിലൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹം വനത്തിൽ കിടന്ന് ഇങ്ങനെ അലഞ്ഞു നടക്കുക, ഓരോ വഴിക്ക് ഇങ്ങനെ വെറുതെ വനം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അതിഭയങ്കരനായിട്ടുള്ള ഒരു പെരുമ്പാമ്പ് പിടികൂടി. വലിയ പാമ്പ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പാമ്പൊന്നുമല്ല. അത് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യുമ്മ പിടിച്ചോടുകൂടി ഭീമസേനൻ്റെ ബോധം പോയിത്ര. പാമ്പ് കയ്യുമ്മ പിടിച്ചു ഭീമസേനൻ്റെ, അപ്പോൾ ഭീമൻ്റെ ബോധം പോയി. പിന്നെ പാമ്പ് ബോധം ചുറ്റി വരിഞ്ഞതിന് ശേഷം ഭീമസേനനെ എങ്ങനെയോ ബോധം വീണ്ടും കിട്ടി. അപ്പം അദ്ദേഹം കൊട്ടയുണ്ട്, 10,000 ആനയുടെ ബലമുള്ള ആളാണ് ഈ ഭീമസേനൻ. അപ്പോൾ അദ്ദേഹത്തെ ഈ പാമ്പ് ചുറ്റിയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ബോധം പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഭവാൻ ആരാണ്? എന്നെ വിടൂ. 10,000 ആനയുടെ ദേവന്മാർ, അസുരന്മാർ, പന്നകന്മാർ, ഇവരൊന്നും എൻ്റെ കയ്യൂക്കൻ്റെ മുമ്പിൽ ജയിച്ചു പോയി ചരിത്രമില്ല. എന്നെ പിടികൂടാൻ അങ്ങ് ആരാണ്? അങ്ങ് ആരാണെന്നല്ലേ? ഞാൻ നിങ്ങളുടെ പൂർവനും വംശത്തിന് കാരണക്കാരനുമായ നഹുഷൻ എന്ന ആളാണ്. നഹുഷൻ എന്ന ആൾ ഞാനൊരു മുനിയുടെ ശാപത്താൽ പെരുമ്പാമ്പായി ഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ പിടികൂടിയത്, നീ എൻ്റെ ഭക്ഷണമാണ് ഇന്നത്തെ. ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ വിചാരിച്ചാലും നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഭവാൻ എങ്ങനെ ഒരു ഗതിയിലായി നഹുഷൻ? ഞാൻ എൻ്റെ പല്ലക്ക് ചുമക്കാൻ എനിക്ക് ചില സാഹചര്യത്താൽ ഇന്ദ്രനാവേണ്ടി വന്നു. ദേവലോകത്തെ എൻ്റെ പല്ലക്ക് ചുമക്കാൻ ഞാൻ 1000 ബ്രഹ്മർഷിമാരെ നിയോഗിച്ചു. അവരെ ഞാൻ അനാദരിച്ചതിൻ്റെ ഫലമായിട്ട് അഗസ്ത്യ മഹർഷി എന്നെ പെരുമ്പാമ്പാവട്ടെ എന്ന് ശപിക്കുകയും ഞാൻ പെരുമ്പാമ്പായി താഴേക്ക് വീഴുമ്പോൾ നലോളിച്ച് ശാപമോക്ഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ സമാധാനം തരുന്ന ഒരാളുണ്ടാവും, അയാൾ നിനക്ക് ശാപത്തിൽ നിന്ന് മുക്തി നൽകും. എന്നങ്ങനെ ശാപമോക്ഷം എനിക്ക് അഗസ്ത്യ മഹർഷി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ പിടികൂടി എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ഞാനൊരു നോട്ടം നോക്കിയാൽ ശത്രുവിൻ്റെ തേജസ് മുഴുവൻ ഇങ്ങോട്ട് പോരുത്ര. അത്ര ശക്തമായ തപോബലമുള്ള ആളാണ് ഈ നഹുഷൻ. അത് പിന്നെ ഭീമസേനൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. എനിക്ക് ആകെ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമാണ് സങ്കടമുള്ളത്. എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ അങ്ങയുടെ പിടിയിൽ നിന്ന് പല വഴി നോക്കി ഭീമസേന അനങ്ങാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഭീമസേനനെ അങ്ങനെ പിടിച്ചപ്പോൾ, ഈ സർപ്പം പിടിച്ചപ്പോൾ ഇപ്പുറത്ത് ധർമ്മപുത്രരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടല്ലോ, അവർക്ക് ദുർനിമിത്തങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി കാണാൻ തുടങ്ങി. അതായത് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ, ഉൽക്ക വീഴുക, കുറുക്കന്മാരെ ഒളിയിടുക, ആകെ പന്തിയല്ലല്ലോ എന്ന് നോക്കിയപ്പോൾ ധർമ്മപുത്രൻ ഭീമനെ കാണാനില്ല. ഈ ഭീമൻ എവിടേക്ക് പോയി എന്ന് ചോദിച്ചു പാഞ്ചാലിയോട്. എവിടേക്കോ ഒന്ന് അടക്കാൻ പോണ കണ്ടു എന്നല്ലാതെ കണ്ട് ഭീമൻ എവിടേക്ക് എന്താ പോയി എന്ന് ഇവർക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭീമനെ അന്വേഷിച്ച് പോവുക എന്ന് പറഞ്ഞ് ധർമ്മപുത്രരെ ബാക്കിയുള്ളവരെ, ഇപ്പോൾ പാഞ്ചാലിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കാട്ടിലേക്ക്, അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഭീമസേനെ തിരഞ്ഞു പോവല്ലേ. അപ്പോൾ പാഞ്ചാലിയെ അവിടെ ഇരുത്തി യമന്മാരെ എന്ന് പറഞ്ഞാൽ മറ്റേ നകുലനെയും സഹദേവിനെയും അവിടെ ഇരുത്തിയതിൻ്റെ ശേഷം ധൗമ്യനും ധർമ്മപുത്രരെ ഒക്കെ കൂടി ആരെ അന്വേഷിച്ച് പോയി? ഭീമസേനനെ അന്വേഷിച്ച് പോയി. ഭീമസേനൻ പോയ വഴിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കാലടിയുടെ പാട് കണ്ടു.
അദ്ദേഹത്തിൻ്റെ കാലടിയുടെ പാട് കണ്ട് നോക്കി 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 ഇവർ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ പിടിയിൽ കെട്ട് ഭീമസേനൻ അവിടെ കിടക്കണം, അനങ്ങാൻ പറ്റുന്നില്ല. എന്ത് പറ്റി ഭീമ നിനക്ക് എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഒരു ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ ഭീമസേനൻ യുധിഷ്ഠിരനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ യുധിഷ്ഠിരൻ സർപ്പത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ്? നഹുഷനാണെന്ന് ഇപ്പോൾ ഭീമൻ എന്നോട് പറഞ്ഞു. അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗതിയിലെത്തിയത്? ഞാൻ പാണ്ഡവനായ യുധിഷ്ഠിരനാണ്, അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇങ്ങനെ എത്തിയത് എങ്ങനെയാണെന്ന് ആദ്യം തന്നെ പറയാം. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട്, എനിക്ക് ഐശ്വര്യം, ഗർവ്, സമ്പത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഇൻ്റർനെറ്റിനെ നഹുഷൻ, അത് നമുക്ക് വഴിയെ കാണാം, നഹുഷൻ ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ദേവലോകത്ത് എൻ്റെ അല്ലെങ്കിൽ ഐശ്വര്യം പുറത്ത് നടക്കുമ്പോൾ എൻ്റെ പല്ലക്ക് ചുമക്കാൻ ഞാൻ ബ്രഹ്മർഷിമാരെ നിയോഗിച്ചു. അപ്പോൾ ബ്രഹ്മർഷിമാരിൽ അഗസ്ത്യ മഹർഷിയൊക്കെ എൻ്റെ പല്ലക്ക് ചുമക്കുക, മഹായോഗ്യന്മാരായിട്ടുള്ള മഹർഷിമാർ. അങ്ങനെ പല്ലക്ക് ചുമക്കുന്ന അവസരത്തിങ്കൽ ഞാൻ അഗസ്ത്യ മഹർഷിയെ എൻ്റെ ധിക്കാരം കൊണ്ട് ചവിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു, നീ ഒരു സർപ്പായി പോകട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ശാപമോക്ഷം തന്നിട്ടുണ്ട്. നീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നവൻ നിന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കും, അതാണ് നിൻ്റെ ശാപമോക്ഷം എന്നൊരു മോക്ഷം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? നഹുഷൻ പറഞ്ഞു. അതുകൊണ്ട് യുധിഷ്ഠിരനും ഈ നഹുഷനും തമ്മിൽ, പെരുമ്പാമ്പിൻ്റെ രൂപം കൊണ്ട നഹുഷനും തമ്മിൽ ചില ചോദ്യോത്തരങ്ങളുണ്ടായി. ആ ചോദ്യോത്തരങ്ങളിൽ പൊതുവിൽ പ്രതിപാദിച്ച വിഷയം ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠത നിർണയിക്കുന്നത് അവൻ്റെ ജന്മമാണോ അതോ അവൻ്റെ കർമ്മമാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നഹുഷൻ പറഞ്ഞ മറുപടി, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ രണ്ടുപേരും കൂടി യുധിഷ്ഠിരനോട് ചോദിക്കുക, അല്ല നഹുഷൻ ചോദിക്കുക, യുധിഷ്ഠിരൻ മറുപടി പറയുക, തിരിച്ചും ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അവരെത്തിയ മറുപടി, ഒരു മനുഷ്യൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതെ അവൻ്റെ കർമ്മം, അതാണ് ഒരു മനുഷ്യനെ ബ്രാഹ്മണനോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിന്നൊരു ജാതിയില്ല, കർമ്മം കൊണ്ട് ആണ് സംഭവിക്കുന്നത് എന്നാണ് ഇവർ തമ്മിൽ നടന്ന ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ യുധിഷ്ഠിരൻ്റെ സംഭാഷണത്തിൽ നമ്മുടെ നഹുഷനാകുന്ന സർപ്പം വളരെയധികം സംതൃപ്തി ആവുകയും അങ്ങനെ പതുക്കെ ഞാനൊരു കാര്യം ചെയ്യാം, അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം ഭാഗ്യമായി ഞാൻ കരുതുന്നു, ഞാൻ ഉടനെ തന്നെ ഭീമസേനനെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഭീമസേനനെ റിലീസ് ചെയ്യുകയും, ഈ അഗസ്ത്യൻ്റെ ശാപമോക്ഷം അങ്ങനെയാണല്ലോ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവൻ അതുവരെ നഹുഷന് ശാപകാലമുള്ളൂ. ആ യുധിഷ്ഠിരൻ നഹുഷൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ സമാധാനം പറഞ്ഞതോടുകൂടി നഹുഷൻ തൻ്റെ സർപ്പരൂപം ഉപേക്ഷിച്ച് സ്വതയുള്ള രൂപം കൈക്കൊള്ളുകയും അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഈ വനവാസകാലത്ത് ഭീമസേനനെ നഹുഷൻ്റെ കഥ, നഹുഷൻ വാസ്തവത്തിൽ ഇൻ്റർനെറ്റ് ആക്ട് ചെയ്തിട്ടുണ്ട്, ആക്ടിങ് ഇൻ്റർനെറ്റ് നഹുഷൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ സംഗതിയൊക്കെ ഉണ്ടാവുന്നത്. അതിൻ്റെ നഹുഷൻ്റെ ചെറിയൊരു പരാമർശം നമ്മൾ കണ്ടിട്ടുണ്ട്. ആയുസ്, അതെ, നമ്മൾ ചന്ദ്രവംശത്തിൻ്റെ ഉൽപ്പത്തി മഹാഭാരതം പറയുന്നതിൻ്റെ, കിശോരഭാരതം പറയുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഈ ഇവരുടെ ഉൽപ്പത്തി പറഞ്ഞ ഒരു ഘട്ടത്തിൽ വരുന്ന ആളാണ് നഹുഷൻ. ആ നഹുഷൻ്റെ അച്ഛൻ ആയുസ്സാണ്. ആയുസ്സിൻ്റെ അച്ഛൻ പുനരോസ്, അങ്ങനെ ഒരു വംശാവലി കിടക്കുന്നുണ്ട്. എന്തായാലും ഈ നഹുഷൻ പാണ്ഡവന്മാരുടെ പൂർവനും അവരുടെ ജന്മത്തിന് ഹേതുവുമാണ്. അങ്ങനെ നഹുഷൻ പെരുമ്പാമ്പായി മാറി. പെരുമ്പാമ്പിൻ്റെ പിടിയിൽ നിന്ന് ഭീമസേനൻ മോചിതനായതിൻ്റെ ശേഷം ഇവരെല്ലാവരും ആശ്രമത്തിൽ വന്നു കൂടുകയും ഭീമസേനോട് മേലാൽ ഭീമസേനൻ സ്വതേ സാഹസ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് പല പ്രാവശ്യം ഇവർ ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടായിട്ടും ഈ ഭീമസേനൻ പിന്നെയും സാഹസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉപദേശം കൂടി ചെയ്തു, മേലാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഓടിച്ചെന്ന് ചാടരുത് എന്ന് ഉപദേശിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നല്ലേ വഴിയെ കാണാം.